ടീച്ചർക്കാണോ എന്റെ മോളെ കാണുമ്പോ വലിയ കുത്തലുള്ളത്? ബിന്ദു ടീച്ചറല്ലേ? അപ്പൊ ടീച്ചർ തന്നെ. ഞാൻ വൈഗയുടെ മമ്മിയായിരുന്നേ. ഞാനിങ്ങനെ കേട്ടു ടീച്ചർ ഭയങ്കര ബോഡി ഷേമിങ് സ്ലട്ട് ഷേമിങ് ഒക്കെ ആയിട്ട് നടക്കാന്ന്. ഈ കാലത്തും ടീച്ചറാണെന്നുള്ളൂ, വിവരവും ബുദ്ധിയൊന്നും ഇല്ലല്ലേ. പെൺകുട്ടിയോട് ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങി സുന്ദരിമാരായിട്ട് നടന്ന ഉടനെ അതുങ്ങളെ പിടിച്ചങ്ങ് വെടികളാക്കിക്കോളൂ കേട്ടോ. നല്ല മെന്റാലിറ്റിയാണ്, ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. ഏതെങ്കിലും നല്ല വീട്ടിലെ തളയെ തന്നെ വന്നിട്ട് എടുത്തിട്ട് താങ്ങിക്കോളും. അപ്പൊ ഈ സുഖടങ്ങ് മാറിക്കോളൂ കേട്ടോ. എപ്പോ നോക്കിയാലും ചെക്കന്മാരോട് മാത്രമാണ് സംസാരം. ഇവക്ക് ചെറുക്കന്മാരെ ഫ്രണ്ട്സ് ഉള്ളോ? അപ്പം അവന്മാർ ഇങ്ങോട്ട് മിണ്ടുന്നതിന് കുഴപ്പമില്ലേ? ഇവൾ അങ്ങോട്ട് മിണ്ടുന്നതിന് മാത്രം പ്രശ്നമുള്ളൂ. അല്ല, ഇതൊക്കെ അവന്മാരുടെ വീട്ടിൽ പോയി പറയുന്നുണ്ടോ നിങ്ങളുടെ മക്കള് പെൺപിള്ളേരോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാന്ന്? പറയുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് ടീച്ചർ അങ്ങ് വെക്കട്ടോ. കഴിഞ്ഞ സ്കൂൾ പ്രോഗ്രാമിന് തന്നെ സ്ലീവ്ലെസ് ഇട്ടോണ്ട് സാറന്മാരുടെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അല്ല ടീച്ചർ, ഈ 10 പഠിക്കുന്ന പിള്ളേരൊക്കെ അക്ഷം കണ്ട് ഇത്ര മുട്ടി നിൽക്കുന്ന ഏത് സാറന്മാരെ ഈ സ്കൂളിലുള്ളത്? അത്രയ്ക്ക് ഇണക്കമുള്ള സാറന്മാരെ ഇരിക്കുന്നത് കാണിച്ചായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ കണ്ണെഴുതുന്നത് ലിപ്സ്റ്റിക് ഇടുന്നത് ഒഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇടില്ലല്ലോ. ഇവിടുത്തെ കാര്യത്തിലൂടെ പുറമോട്ടൊന്നും അല്ലല്ലോ. ടീച്ചറിനെ കാട്ടി തരം താഴെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ സ്റ്റാൻഡേർഡ് എന്നെ അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മാന്യമായിട്ട് പറഞ്ഞു നിർത്താം. ഇനി എന്റെ മോളെ പറ്റി തോന്നിവാസം പറഞ്ഞുകൊണ്ട് നടന്ന ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ എനിക്ക് ഒരു മടിയില്ല. വേണ്ട രീതിയിലുള്ള അതോറിറ്റീസിനെ ഞാൻ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. ഇനി അവര് ആക്ഷൻ എടുത്തോളും. പിന്നെ പൂക്കളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കാതെ സാറന്മാരൊക്കെ ഉള്ളതല്ല. അതുകൊണ്ട് കൊണ്ട് പിടിച്ചിട്ട് വയസ്സാം കാലത്ത് കുടവയറും കാണിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കും അവര്.